കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ മുൻ സൈനികരായ പ്രതികൾ പിടിയിൽ 19 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്നും CBI ആണ് പ്രതികളെ പിടികൂടിയത്. തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നു. തിയോഫിൻ, എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ഈ അഞ്ചൽ കൊലക്കേസിലെ അതായത് അമ്മയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസാണിത്. ഇതിലെ പ്രതികളായ മുൻ സൈനികർ രണ്ടുപേരും പോണ്ടിച്ചേരിയിൽ നിന്നുമാണ് CBIയുടെ പിടിയിലായത്. ഇവരെ എറണാകുളത്ത് കോടതിയിൽ ഹാജരാക്കി പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്തു. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. രണ്ട് പ്രതികളെയും പോണ്ടിച്ചേരിയിൽ നിന്നാണ് CBI പിടികൂടിയത്. 19 വർഷത്തോളമായി ഈ കേസ് നടന്നിട്ട് ഇത്രയും നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത്. അഞ്ചൽ സ്വദേശിയായ ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ്, ഇവർ രണ്ടുപേരുമാണ് CBIയുടെ പിടിയിലായിട്ടുള്ളത്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്നവരാണ് ഇരുവരും. ഈ സംഭവം നടന്നതിന് കൊലപാതകത്തിന് പിന്നാലെ ഇവരെ അന്വേഷിക്കുന്നുവെന്ന് വ്യക്തമായതോടുകൂടി രണ്ടുപേരും ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2 ലക്ഷം രൂപ ഇനാം സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. എന്തെങ്കിലും വിവരം നൽകുകയാണെങ്കിൽ അത്തരത്തിൽ വരെ തുടർന്ന് അന്വേഷണം നടത്തിയിട്ടും ഇതുവരെ പ്രതികളെ പിടികിട്ടിയിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 2012-ൽ CBI കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഇവരെ പിടികിട്ടിയത്, എവിടെ നിന്നാണ് സൂചന ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലാണ് കൂടുതൽ ലഭ്യമാവുക. അജിംഷാദ, തീർച്ചയായും. കാരണം 19 വർഷത്തിന് ശേഷമാണ് അമ്മയെയും ഇരട്ടക്കുട്ടികളെയും കൊന്ന കേസിലെ പ്രതികൾ പിടിയിലാകുന്നത്. ഇവരെ പോണ്ടിച്ചേരിയിൽ നിന്നാണ് പിടികൂടുന്നത് 19 വർഷത്തിന് ശേഷം. ഇവർ മുൻ സൈനികരായിരുന്നു, ഇന്ത്യൻ ആർമിയിലായിരുന്നു ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ പോണ്ടിച്ചേരിയിൽ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? ഇതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ തിയോഫിൻ? കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അജിംഷാദ്, എന്തായാലും പ്രതികൾ ഏറെക്കാലമായി ഒളിവിലായിരുന്നു. നാട്ടിലെത്താതെ പലയിടങ്ങളിലായി ചുറ്റിക്കറങ്ങിയിരുന്നു എന്നാണ്. പലയിടത്തും ഒളിവിൽ താമസിക്കുകയോ മറ്റുമായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 19 വർഷത്തിന് ശേഷമാണ് CBIക്ക് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. പോണ്ടിച്ചേരിയിൽ നിന്നും ഒരു രഹസ്യവിവരത്തെ തുടർന്നാണ് പോണ്ടിച്ചേരിയിലെത്തി CBIക്ക് ഇവരെ കൊടുക്കാൻ കഴിഞ്ഞതെന്നാണ് വിവരം. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും അഞ്ചൽ സ്വദേശിയായ ദിബിൽ കുമാറും കണ്ണൂർ സ്വദേശിയായ രാജേഷുമാണ് പിടിയിലായ പ്രതികൾ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് തിയോഫിൻ നൽകുന്നത്.